അപ്പൊ വീണ്ടും ഗുഡ് ഈവനിങ്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് വേഗം പോയി കാണണം. അപ്പൊ തിരിച്ചു റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ന് ഈവനിങ് വ്യൂവില് അമ്പലം കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും തഞ്ചാവൂർ ഒറ്റ ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. അമ്പലത്തിൽ പോവാണെങ്കിൽ മോർണിംഗും ഈവനിങ്ങും പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയും കാണാണ്ട് ഒറ്റൊരു ദിവസം നമുക്ക് കാണാൻ പോവാണെങ്കിൽ, പ്രത്യേകിച്ച് ഫോട്ടോയും കൂടി എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും നടക്കില്ല. ഒരു ദിവസം മൊത്തം കണ്ടു തീർക്കാനും രണ്ടാമത്തെ ദിവസം ഫോട്ടോ എടുക്കാൻ വേണ്ടി വല്ലതും നിൽക്കേണ്ടി വരും. അതേപോലെ തന്നെ രണ്ടു നേരത്തിനും രണ്ട് ഭംഗിയാണ് അമ്പലത്തിനുള്ളത്. എനിക്ക് കാപ്പി മടയെ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വാങ്ങി തന്നില്ല. ഇനി തഞ്ചേ ദോശ എന്ന് പറഞ്ഞ് നിൽക്കാം. പിന്നെ പറഞ്ഞാൽ വാക്കായിരിക്കണമല്ലോ, വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ വാങ്ങിത്തരണം. അതവിടെ നിൽക്കട്ടെ, അങ്ങോട്ട് പിന്നെ വരാം. ഇപ്പൊ അമ്പലത്തെ പറ്റി പറയാം. എത്ര തിരക്കുണ്ടെങ്കിലും അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്പേസും എല്ലാം ഉള്ള ഒരു അമ്പലം എന്ത് ഭംഗിയാ കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോവാം. അവിടെ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ക്ലോക്ക് റൂമിൽ ചെരുപ്പ് വെക്കേണ്ടതായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വസന്ത ഭവനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മസാല ദോശ നോക്കിയിട്ടാണ് പോയെങ്കിലും അവിടെ എത്തിയപ്പോൾ മസാല ദോശ ഇല്ല. അപ്പൊ ഇവർ രണ്ടുപേരും ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയനും വാങ്ങി. പക്ഷെ എനിക്ക് കാപ്പി കുടിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു പൊടി ദോശ പറഞ്ഞു, വിത്തൊരു കാപ്പി. ഞാൻ എന്ത് വാങ്ങിയാലും അപ്പുറത്തുള്ളതെന്ന് വാരി കഴിക്കുന്നത് എനിക്ക് പണ്ടേ ഉള്ള ശീലമായത് കൊണ്ട് തന്നെ ഞാൻ കഴിച്ചു. പക്ഷെ ഗോബി മഞ്ചൂരിയൻ അടിപൊളിയായിരുന്നു. തഞ്ചാവൂർ വെച്ച് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനവും അത് തന്നെയായിരുന്നു. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. അതുവരെയ്ക്കും ബൈ ബൈ.